അസ്സലാമലൈക്കും ഡിയേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മുട്ടയുടെ സാലഡാണ്. വളരെ ഈസി ആയിട്ട് അതുപോലെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാലഡാണ് കേട്ടോ. അത് സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്, അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കക്കരിക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാലഡ് കുക്കുംബറാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത്. ഇനി കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഒന്ന് പുഴുങ്ങിയിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു വേവാക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ലെറ്റ്യൂസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇനി ഇത് മയണൈസാണ് കേട്ടോ. ഇത് എഗ്ലെസ് ആയിട്ടുള്ള മയണൈസാണ്. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഏത് മയണൈസും എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ വാങ്ങിക്കുന്ന മയണൈസ് ആണെങ്കിൽ അതും എടുക്കുക. അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കുക. ഇതിന് പ്രത്യേകിച്ച് മയണൈസിന് ഞാൻ അളവൊന്നും പറയണില്ല. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. മയണൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുനാരങ്ങയുടെ നീരും കുരുമുളക് പൊടിയാണ്. കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. കുരുമുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുനാരങ്ങ ഒരുപാട് പിഴിഞ്ഞെടുക്കരുത് കേട്ടോ. നിങ്ങൾ മയണൈസിൻ്റെ പുളിപ്പൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് പുളിപ്പായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം ഒരുപോലെ ആകുമ്പോഴാണ് ടേസ്റ്റ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ്. ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ട നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇതിൻ്റെ ആ ഒരു മഞ്ഞ പാർട്ട് നമുക്ക് ഈ സാലഡിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാത്തിൻ്റെയും ഒരു മഞ്ഞ ഭാഗം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സാലഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഈ സാലഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മുട്ടയുടെ മഞ്ഞ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മുട്ട വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കുക. ഇനി നമുക്ക് ഓരോ മുട്ടയുടെ പീസ് എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഈ സാലഡ് കോരിയിട്ട് ഒഴിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട കഷ്ണങ്ങളാക്കിയിട്ട് ഈ സാലഡിലേക്ക് ഇട്ടിട്ട് അതുപോലെ സെർവ് ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടൊന്ന് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ കാണിച്ചത്. അപ്പോൾ നമ്മൾ ഒരു ഗസ്റ്റിൻ്റെ മുന്നിലൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യും. ടേസ്റ്റൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. നമ്മളിതിലേക്ക് മുട്ട ഇട്ടാലും ഇത് മുട്ട ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാലൊക്കെ ഒരുപോലെ തന്നെയാവും. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് കോരി നിറക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് കക്കരിക്ക അതുപോലെ തക്കാളി ലെറ്റ്യൂസൊക്കെ വെച്ചിട്ടാണ് പ്ലേറ്റിൽ, അതിലേക്കാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഗാർണിഷ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ ഗാർണിഷ് ചെയ്യാം കേട്ടോ. എപ്പോഴും ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ് മയോ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.